Hello friends, welcome to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് അപ്ലിക്കേഷൻസ് ഓഫ് പൈതഗോറസ് തിയറം ആൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. കാരണം റൈറ്റ് ആംഗിൾ വരയ്ക്കാൻ കാരണം പൈതഗോറസ് തിയറമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പൈതഗോറസ് തിയറം എന്തിൻ്റെ അപ്ലിക്കേഷൻ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ട് കോർണേഴ്സ് ഉണ്ട്. എ ബി എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ബി സി എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യന് എ സി എന്താണെന്നാണ്. എ സി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. നമുക്കറിയാം പൈതഗോറസ് തിയറി പ്രകാരം എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്നാണ്. ഓക്കെ, എ ബി ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15ൻ്റെ സ്ക്വയർ പ്ലസ് ബി സിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 25ൻ്റെ സ്ക്വയർ. 15ൻ്റെ സ്ക്വയർ 225, 25ൻ്റെ സ്ക്വയർ 625. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 850 എന്നാണ്. പക്ഷേ ഇത് എ സി സ്ക്വയർ ആണ്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എ സി സ്ക്വയർ 850 ആണെങ്കിൽ എ സി കാണാൻ എന്തായിരിക്കും? സ്ക്വയർ ആണ് ഇവിടെ എഴുതിയത്, സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ നമുക്ക് കിട്ടുക 29.155 സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. എ ബി സി ആണ് കോർണേഴ്സ്. എ ബി എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, എ സി എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യന് ബി സി എത്രയെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പൈതഗോറസ് തിയറി പ്രകാരം എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എ സി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ആണ്. എ സി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30 ആണ്. 30ൻ്റെ സ്ക്വയർ മൈനസ് എ ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10ൻ്റെ സ്ക്വയർ. 30ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. 10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. 900 നിന്ന് 100 പോയാൽ 800 എന്ന് വരും. ബി സി സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയത് 800 എന്നത്. അങ്ങനെയാണെങ്കിൽ ബി സി എന്നത് സ്ക്വയർ റൂട്ട് 800 ആയിരിക്കും. നമുക്ക് കിട്ടാം 28.284. ഓക്കെ, കാൽക്കുലേറ്ററിൽ ഈ ഒരു സൈൻ ഐക്കൺ എടുക്കുക, സ്ക്വയർ റൂട്ടിൻ്റെ ഐക്കൺ എടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 800 എന്ന് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ്